السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഓരോ വർഷത്തിലും റബീഉൽ അവ്വൽ ആരംഭിക്കുമ്പോൾ അതിനോടൊപ്പം മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ആവർത്തിച്ച് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അവിടുത്തെ മൗലിദ് ആഘോഷിക്കുക എന്നത് അനുവദനീയമാണോ, അതല്ല അത് പാടില്ലാത്ത കാര്യമാണോ എന്ന ചർച്ച. ഈ ചർച്ച നിരന്തരമായി എല്ലാ വർഷങ്ങളിലും നടക്കാറുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, തർക്കിക്കുക, വിജയിക്കുക എന്ന ചിന്തയോടുകൂടിയല്ലാതെ ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സത്യത്തിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ സംസാരം ശ്രവിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നവരെയും കേൾക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും എല്ലാം അവൻ്റെ സിറാത്തു അൽ മുസ്തഖീമിലേക്ക് നയിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, മറ്റ് നബിമാരോടൊപ്പം, സ്വഹാബികളോടൊപ്പം അവൻ്റെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നബിദിനം ആഘോഷിക്കുന്നവരോട് ചോദിക്കാവുന്ന, ഈ വിഷയത്തിൽ അവർ ശരിയുടെ പക്ഷത്താണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്ന 7 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, സഹോദര, എന്തിനാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്, നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നതിനു വേണ്ടിയാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്. നിൻ്റെ കാഴ്ചപ്പാടിൽ നബിദിനം ആഘോഷിക്കുക എന്നത് നന്മയാണ്. ശരി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്മ അറിഞ്ഞിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്ന ഒരു നന്മയാണോ ഇത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഈ നന്മ അറിയില്ലായിരുന്നു, ഇത് നിനക്കു മാത്രം അറിയാവുന്ന നന്മയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ വിവരമുള്ളത് എന്ന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നേക്കാൾ വിവരം കുറഞ്ഞവരാണ് എന്ന്. നിനക്കാണ് നന്മകളെക്കുറിച്ച് കൂടുതൽ അറിവുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്നോളം വിവരമില്ല എന്ന് നീ പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിലെ നിൻ്റെ സ്ഥാനം? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ പാലിച്ചിരിക്കുന്ന അദബ്, മര്യാദ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്വേഷിച്ചുകൊണ്ട് 3 ആളുകൾ വന്നു. ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ കാണാതായപ്പോൾ ആ 3 ആളുകളിൽ അയാൾ പറഞ്ഞു, ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതാണ്, എല്ലാ ദിവസവും. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരു ദിവസം പോലും രാത്രിയിൽ ഉറങ്ങുകയില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാനിനി വിവാഹം കഴിക്കുകയില്ല, ഇബാദത്തുകൾക്ക് വേണ്ടി പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഈ 3 ആളുകൾ ഇങ്ങനെ തീരുമാനമെടുത്ത് അവർ തിരിച്ചുപോയി.
ഇതെല്ലാം കേട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോൾ അവിടുത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ 3 പേർ വന്നിരുന്നു, അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അന്വേഷിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. അവരെ തിരിച്ചു വിളിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവർ പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നി അസൂമു വ ഉഫ്തിർ, എന്നാൽ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. നോമ്പുള്ള പകലുകളുണ്ട്, നോമ്പില്ലാത്ത പകലുകളുമുണ്ട്. വ ഉസല്ലി വ അനാം, ഞാൻ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുമുണ്ട് രാത്രിയിൽ. വ അതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ, വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ 3 ആളുകൾ പറഞ്ഞത്? ഒരാൾ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുമെന്നാണ്, വിചരിക്കുമെന്നല്ല, മോഷ്ടിക്കുമെന്നല്ല, എല്ലാ ദിവസവും നോമ്പ് നോൽക്കും. മറ്റൊരാൾ പറഞ്ഞത് എല്ലാ രാത്രിയിലും നിസ്കരിക്കുമെന്നാണ്. മറ്റൊരാൾ പറഞ്ഞത് വിവാഹം മാറ്റിവെക്കുമെന്നാണ്, ഇബാദത്തുകൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് താക്കീതായി പറയുന്നു, മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവസാനം പറഞ്ഞു, ഇന്ന അഅലമകും ബില്ലാഹി വ അഖ്ശാകും അന, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് എനിക്കാണ്, അവനോട് ഏറ്റവും അധികം ഭയമുള്ളതും എനിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുക. അതുകൊണ്ട് നീ പറയണം, നബിദിനം എന്ന നന്മ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല, നിനക്കാണ് അത് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അപമാനിക്കുകയാണ്. ഇനി നീ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു, പക്ഷെ അവിടുന്ന് അത് പ്രവർത്തിക്കാതിരുന്നതാണ്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു, പക്ഷേ അവിടുന്ന് അത് പ്രവർത്തിക്കാതിരുന്നതാണ്. അങ്ങനെയാണ് നീ പറയുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തെക്കാൾ നിന്റെ പ്രവർത്തനമാണ് നല്ലത് എന്നാണ് നീ പറയുന്നത്. റസൂലുള്ള ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നന്മയാണ് എന്ന് മനസ്സിലായിട്ടും അവിടുന്ന് പ്രവർത്തിച്ചില്ല, പക്ഷേ നീ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, നന്മകളുടെ കണക്കെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ചില നന്മകൾ നീ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാർഗത്തിലാണ് നീ ഉള്ളത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബകളിലും പറഞ്ഞിരുന്നു, വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതുകൊണ്ട് സഹോദരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിഞ്ഞിട്ട് അവിടുന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ഇനി നീ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു പക്ഷേ പ്രവർത്തിച്ചില്ല, മാത്രമല്ല അവിടുന്ന് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അവിടുന്ന് വിനയം കൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ നീ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ അറിഞ്ഞതിന് ശേഷവും അത് അവിടുന്ന് പുറത്തേക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഏറ്റവും ഗുരുതരമായ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കതമ ഷൈഅൻ മിമ്മാ അമറ അല്ലാഹു ബിഹി അൻ യുബല്ലിഗഹു ഫഖദ് അഅ്ദമ അലല്ലാഹിൽ ഫിരിയ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ ഗുരുതരമായ കളവ് പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത
അവിടുന്ന് പ്രവർത്തിക്കാത്ത, അവിടുന്ന് പറഞ്ഞു നൽകാത്ത ഒരു നന്മ നിനക്ക് അറിയുമെന്ന് നീ പറഞ്ഞാൽ സഹോദര, അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയാണ്. നീ അവിടുത്തെ ആദരിക്കുകയല്ല, നീ അവിടുത്തെ സ്നേഹിക്കുകയല്ല. ഒരാൾ പറയാൻ സുബ്ഹിൻ്റെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ പറയാൻ, ഞാനിതാ സുബ്ഹിന് 2 റക്അത്ത് നിസ്കരിക്കില്ല, 3 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാലോ? ഞാനിതാ ദിവസവും 5 നേരത്തെ നിസ്കാരം അത് 6 നേരമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ? ഞാനിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് വിരുദ്ധമായി വർഷം മുഴുവൻ നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞാലോ? അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുകളിലാണ് താൻ എന്ന് ജൽപ്പിച്ചവനെ പോലെയാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഇതാ ഞാൻ മദീനയിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെടുകയാണ്. മദീനക്കാർ അവർ ഹജ്ജിനു പോകുമ്പോൾ ദുൽ ഹുലൈഫ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. ഇമാം മാലിക്, ഞാനിതാ മസ്ജിദുൻ നബവിയിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടി ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു കൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞു, ലാ തഫഅൽഹു ഫഇന്നി അഖാഫു അലൈകൽ ഫിത്ന, നീ അങ്ങനെ ചെയ്യരുത്, നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല ഇമാം, കുറച്ച് മൈലുകൾ കൂടുതൽ ഞാൻ ഇഹ്റാം കെട്ടി നടന്നു എന്നതുകൊണ്ട് എന്ത് ഫിത്നയാണ് ബാധിക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യാത്ത ഒരു നന്മ നീ കൂടുതലായി ചെയ്തു എന്ന് നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെന്തുണ്ട്? കുറച്ചു ദൂരം ഇഹ്റാം മാറ്റിക്കെട്ടുന്നതിനെ കുറിച്ച് ഇമാം മാലിക് പറഞ്ഞ വാക്കാണത്. ഇമാമിങ്ങൾ അവർ ദീനിൻ്റെ കാര്യത്തിൽ പുലർത്തിയ ശ്രദ്ധയാണിത്. അതുകൊണ്ട് സഹോദര, ചിന്തിക്കുക, നന്നായി ആലോചിക്കുക. നിനക്കറിയാം, നിനക്ക് നല്ല ബോധ്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ വിഷയത്തിൽ സ്വഹീഹോ ദഈഫോ ആയ ഹദീസുകൾ പോലുമില്ല, ദുർബലമായ ഹദീസ് പോലുമില്ല, ഒരു സനദ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഹദീസ് പോലുമില്ല. ഈ അടുത്ത കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതിവിട്ട ഒരു സനദുമില്ലാത്ത, ഒരു പരമ്പരയുമില്ലാത്ത, ആരോ പറഞ്ഞ കുറച്ച് വാക്കുകളല്ലാതെ ഹദീസ് എന്ന് പറയാവുന്ന സനദോടുകൂടിയുള്ള ഒരു സംഭവം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചതായില്ല. എന്തിനാഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയാറുള്ളത് 300 ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്ന്. അതുകൊണ്ട് സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നീ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു നന്മ, അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു നന്മ, അവിടുന്ന് സ്വഹാബികളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ നിനക്കു മനസ്സിലായി എന്ന് പറഞ്ഞാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമില്ലാത്തവനാക്കിയിരിക്കുന്നു, അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതാണ്. അതുകൊണ്ട് സഹോദര, ഒന്നാമത്തെ ചോദ്യം അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കായിരുന്നോ നിന്നേക്കാൾ വിവരമുള്ളത്? അവിടുത്തേക്കായിരുന്നോ നിന്നേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ഉണ്ടായിരുന്നത്? അവിടുത്തേക്കാണോ നിന്നേക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് പേടിയുണ്ടായിരുന്നത്? അവിടുന്നാണോ അള്ളാഹുവിൻ്റെ ദീൻ കൂടുതലായി എത്തിച്ചു നൽകിയത്? അതല്ല നീയാണോ? അവിടുന്നാണ് ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പൂർണ്ണത കാണിച്ചവർ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സ്നേഹമുള്ളവർ, അവിടുത്തെ ഇഷ്ടപ്പെടുന്നവർ ജന്മദിനം ആഘോഷിക്കണമെന്നാണ്, ജന്മദിനം ആഘോഷിച്ചിരിക്കുമെന്നാണ് ഇന്ന് ആളുകൾ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ് അത് പോയി ചില ആളുകൾ അറബിയിലും മറ്റുമൊക്കെ ഈ കാര്യം കൊണ്ട് നടക്കുന്ന ചിലർ പറയാൻ തുടങ്ങി,
അറബികളുടെ കൂട്ടത്തിലെ ഈ ജന്മദിനാഘോഷം കൊണ്ടു നടക്കുന്നവർ, അവരിൽ ചിലർ പറയുന്നത് കേട്ടു, ഒരാൾ ജന്മദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ലെങ്കിൽ അവൻ സിന്ദീഖാണ്, നിരീശ്വരവാദിയാണ്. അങ്ങനെ വരെ ആരോപിക്കാൻ തുടങ്ങി. അവർ പറയും, നിങ്ങൾ ജന്മദിനം ആഘോഷിക്കാത്തത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സഹോദര, തിരിഞ്ഞു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിച്ച സഹാബികളുടെ ചരിത്രമെടുക്കുക. ഇത്രയധികം സഹാബിമാർ അവർക്കിടയിലുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി, അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം എന്നും ഉണ്ടായിരുന്നവർ, ഹിജറയുടെ സന്ദർഭത്തിൽ അവിടുത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിയാതെ യാത്ര ചെയ്തവർ, ഇന്ന മിൻ അമന്നി നാസി അലയ്യ ബിസുഹ്ബതിഹി വമാലിഹി അബൂബക്കർ, ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അധികം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായം ചെയ്തത് അബൂബക്കർ അസ്സദ്ദീഖാണ്. 2.5 വർഷം അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു കാരക്കയുടെ കഷ്ണമെങ്കിലും ഒരാൾക്ക് നൽകിയ സംഭവം ഹദീസുകളിൽ, ആസാറുകളിൽ എവിടെയെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ആളുകൾ ഒരു പോസ്റ്റർ ഇറക്കും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്ര സ്വർണം ദാനം ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു ഇത്ര കാരക്ക കൊടുത്തു. ഒന്നും ഒരു ഹദീസിലും തെളിവ് വരാത്തതാണ്. ഒരു സനദ് അതിന് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ആഘോഷിക്കാൻ നിങ്ങളോടൊപ്പം മുന്നിൽ നമ്മൾ നിൽക്കാം. ഒരു സനദുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത, ഒരു പരമ്പരയുമില്ലാത്ത ഏതോ ഒരാൾ എഴുതിവിട്ട സംഭവമല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ ശേഷം വന്ന ഖുലഫാകളിൽ ആരെങ്കിലുമോ, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി താലിബ്, ഏതെങ്കിലും ഒരു സഹാബി, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ സ്ഥലങ്ങളിലൂടെ നടക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അവിടുന്ന് ഇരുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം അതിൽ വളരെ കണിശത പുലർത്തിയിരുന്നയാളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുക്കുക. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഇതാ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വഹാബികൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ പ്രവർത്തനം ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു നൽകാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ? ഇല്ല, ഒരു സഹാബിയും ചെയ്തിട്ടില്ല. സഹാബികൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ജനങ്ങൾ എൻ്റെ തലമുറയാണ്, പിന്നെ അതിന് ശേഷമുള്ളവർ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയ സമൂഹമാണ് താബിഈങ്ങളുടെ സമൂഹം. അവരിലാരെങ്കിലും, താബിഈങ്ങളിലാരെങ്കിലും, നിങ്ങൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ മദ്ഹബിൻ്റെ ഇമാമുമാരെ പിൻപറ്റുന്നവരാണ്. എന്തിനധികം നിങ്ങൾ പറയാറുള്ളത് മദ്ഹബിൻ്റെ ഇമാമുമാരെ തഖ്ലീദ് ചെയ്യണമെന്നാണ്. അവർ പറഞ്ഞ അഭിപ്രായത്തിന് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല എന്ന്. അത് പുറത്തുപോയാൽ, അങ്ങനെ ഇമാമിങ്ങൾ പറയാത്ത ഒരു വാക്ക് ഒരാൾ ദീനിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ അവൻ ളാലാണ്, മുദില്ലാണ്, വഴിപിടച്ചവനാണ്, വഴിപിടപ്പിക്കുന്നവനാണ് എന്ന് പറയുന്നവർ. ചോദിക്കട്ടെ, 4 ഇമാമിമാരിൽ ഏതെങ്കിലും ഒരു ഇമാം ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരു ദിവസം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാര്യം ഈ പറഞ്ഞവരുടെ അടുക്കലൊന്നുമില്ല. നീ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണ് ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന്. ഈ പറയുന്ന ആളുകളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ് എന്നാണ് നീ പറയുന്നത്. എത്ര ഗുരുതരമായ വാക്കാണിത്! ആളുകൾ തർക്കിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണിതൊക്കെ. നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നീ ജന്മദിനം ആഘോഷിക്കാത്തത് എന്ന് പറയും. ശരി, ഈ കാണുന്ന സഹാബിമാർ, ഈ കാണുന്ന ഇമാമുമാർ, ഈ കാണുന്ന പണ്ഡിതന്മാർ, ഇവരാരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരും പിൽക്കാലഘട്ടത്തിൽ വന്ന നിന്നെപ്പോലെ കുറച്ച് ആളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരുമാവുകയോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചരിത്രത്തിൽ ഏതു ഭാഗമാണ് നീ ആക്ഷേപിക്കാതെ, ഏതു മുസ്ലിമീങ്ങളെയാണ് നീ ആക്ഷേപിക്കാതെ ബാക്കി വച്ചിരിക്കുന്നത്? എല്ലാ സഹാബികളെയും നീ ആക്ഷേപിച്ചു, എല്ലാ താബിഈങ്ങളെയും ആക്ഷേപിച്ചു, എല്ലാ തബഉ താബിഈങ്ങളെ ആക്ഷേപിച്ചു. അവരാരും നബിദിനം ആഘോഷിച്ചതായി ഒരു സംഭവം പോലും സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പെരുന്നാളുകൾ, ആഘോഷങ്ങൾ 2 ആഘോഷങ്ങളാണ്. അവിടുന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാർ 2 ദിവസങ്ങൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമ, നിങ്ങൾ കളിക്കുന്ന, ആഘോഷിക്കുന്ന, നിങ്ങൾ സന്തോഷമായി കൊണ്ടാടുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. വഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, അല്ലാഹു നിങ്ങൾക്ക് അവക്ക് 2നും പകരമായി അതിനേക്കാൾ നല്ല 2 ആഘോഷങ്ങൾ നൽകിയിരിക്കുന്നു. യൗമൽ ഫിത്രി വ യൗമൽ അദ്ഹ, ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാളുമാണ്. 2 പെരുന്നാളുകൾ, ഇസ്ലാമിലെ 2 പെരുന്നാളുകൾ. ഈ 2 പെരുന്നാളുകളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നിങ്ങൾ പരിശോധിക്കുക. വളരെ സൂക്ഷ്മമായ വിഷയങ്ങൾ വരെ ഹദീസുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പെരുന്നാളിന് മുസല്ലയിലേക്ക് നടന്നുപോയ വഴിയിൽ, ആ വഴിയിലൂടെ തിരിച്ചു വരാറുണ്ടായിരുന്നില്ല. സഹാബികൾ വിവരിച്ചതാണ്. ഒരു വഴിയിലൂടെ മുസല്ലയിലേക്ക് പോകും, മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു വരാൻ. കുടുംബക്കാരെ സന്ദർശിക്കാനും കൂടുതൽ സ്ഥലങ്ങളിൽ തക്ബീർ കേൾപ്പിക്കുന്നതിനും വേണ്ടി ഒരു വഴിയിലൂടെ പോലും വേറെ വഴിയിലൂടെ തിരിച്ചു വരും. ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് കഴിക്കും. ഈദുൽ അദ്ഹയിൽ, വലിയ പെരുന്നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഭക്ഷിച്ചിരുന്നത്. അവിടുന്ന് പുതിയ വസ്ത്രം ധരിച്ചിരുന്നു, അവിടുന്ന് സുഗന്ധം പുരട്ടുമായിരുന്നു. നിസ്കാരത്തിന് മുൻപ് ഇഖാമത്തില്ലായിരുന്നു. ഖുത്ബയിലേക്ക് കയറിയാൽ ഇങ്ങനെ പറയുമായിരുന്നു. ഖുത്ബ കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടുക്കൽ വന്ന് സംസാരിക്കുമായിരുന്നു, അവരോട് സദഖ നൽകാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു. ഹദീസുകളിൽ വന്നതാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട എല്ലാ വിധിവിലക്കുകളും, ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, നബിദിനം എങ്ങനെയാണത് കഴിക്കേണ്ടത്? എന്താണ് ഈ പറഞ്ഞ കാര്യം നിർവഹിക്കുന്നതിൻ്റെ രൂപം? എങ്ങനെ ആഘോഷിക്കണം? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ നബിദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നവർ ഒരു പള്ളിയിൽ ആഘോഷിക്കുന്ന രൂപത്തിലല്ല വേറെ പള്ളിയിലുള്ളത്. ഇപ്പോൾ പലയിടത്തും നബിദിനം ആഘോഷിക്കുന്നത് ചിലപ്പോൾ പ്രസംഗിക്കാൻ വരുന്ന ആളുടെ ഡേറ്റിനനുസരിച്ചിട്ടാണ്. റബീഉൽ അവ്വൽ 12 പോയിപ്പോൾ റബീഉൽ അവ്വൽ മാസം മുഴുവൻ നബിദിനം ആഘോഷമാണ്. കാരണം എന്താ, പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാരെ ഡേറ്റ് കിട്ടണമെങ്കിൽ അതിന് യോജിച്ചിട്ടാണ് ആഘോഷം വെക്കുക. എന്ത് അർത്ഥമാണ് ഈ പറഞ്ഞതിലുള്ളത്? ഇങ്ങനെയാണോ ഇസ്ലാമിലെ നിയമങ്ങൾ? സഹോദര, അള്ളാഹുവിൻ്റെ ദീനിനെ നീ പരിഹസിക്കരുത്, കളിയാക്കരുത്. നിന്റെ ഈ പുതിയ ചിന്താഗതി കൊണ്ട്, പുതിയ ഈ കാര്യം കൊണ്ട്, ഈ ബിദ്അത്ത് കൊണ്ട് നീ ദീനിനെ, അതിൻ്റെ മുഖം വികൃതമാക്കുകയാണ്, നിന്റെ കോലം കെടുത്തുകയാണ്. ഒരു പഞ്ചായത്തിൽ ആഘോഷിക്കുന്നത് പോലെ അടുത്ത പഞ്ചായത്തിൽ ആഘോഷിക്കുക. ഇങ്ങനെയാണോ മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കാറുള്ളത്? എല്ലാവരുടെയും ഈദ് ഒരുപോലെയാണ്. എല്ലാവരുടെയും പെരുന്നാളിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ദിവസവും കൃത്യമാണ്. ആഘോഷിക്കേണ്ട വിധിവിലക്കുകൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് വിവരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലോ സഹീഹു മുസ്ലിമിലോ അബൂദാവൂദിലോ ഇബ്നു മാജയിലോ നസായിലോ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ കിതാബിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരു വിധിവിലക്ക്, ഒരു മിനിറ്റ് നേരത്തേക്ക് ചെയ്യാനുള്ള ഒരു ഇബാദത്ത് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഇത് വ്യത്യസ്ത രൂപത്തിലാണ്. എന്തിന്, കഴിഞ്ഞ വർഷം ഒരു പള്ളിയിൽ ആഘോഷിച്ച പോലെ ഇരിക്കില്ല, അടുത്ത വർഷം വരുമ്പോൾ ആ പള്ളിത്തെ ആഘോഷം ആകെ മാറിയിട്ടുണ്ടായിരിക്കും. സഹോദര, ഈ രൂപത്തിൽ അർത്ഥമില്ലാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞത്, പണ്ഡിതന്മാർ ഇത്ര കഷ്ടപ്പെട്ട് നമുക്ക് ദീൻ എത്തിച്ചെന്ന് നമുക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കാനാ? നീ നിന്റെ ദീനിനെ തകർക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മൻ മശാ ഇലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് അറാദ ഹദ്മൽ ഇസ്ലാം. ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്ന ഒരുത്തൻ്റെ അരികിലേക്ക് ഒരുത്തൻ നടന്നുപോയാൽ, ഒരു മനുഷ്യൻ അങ്ങോട്ട് നടന്നുപോയാൽ, അവനെ ആദരിച്ചാൽ, അവനെ പരിഗണിച്ചാൽ, അവൻ ഇസ്ലാമിൻ്റെ തകർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് എങ്ങനെ പറയാൻ കാരണം ഇതുകൊണ്ടാണത്. ഓരോരുത്തരും ബിദ്അത്തുകൾ തോന്നുന്നത് പോലെ ഉണ്ടാക്കിയാൽ നിന്റെ ദീനിൻ്റെ ഭംഗിയെയാണ് നീ ഇല്ലാതെയാക്കി കളയുന്നത്. അത്ര ഗൗരവപ്പെട്ട കാര്യമാണത്. നബിദിനം എന്നത് ഇസ്ലാമിൻ്റെ നന്മകളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദര, ഒന്നല്ലെങ്കിൽ നീ പറയുക ഇത് പുതിയതാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പറഞ്ഞിട്ടില്ല
ഇത് നിനക്ക് തോന്നിയതുപോലെ നീ ചെയ്യുന്നതാണ്, ഇത് നിന്റെ തോന്നിവാസമാണ്, ഇത് റസൂലുള്ളയോടുള്ള സ്നേഹമല്ല. അതല്ല ഇത് ദീനിൽപ്പെട്ടതാണ് എങ്കിൽ ഇതിനൊരു കൃത്യമായ ഘടനയും തെളിവുകളും കാണിക്കുക എന്നത് നിർബന്ധമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നബിദിനം ആഘോഷിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ദിവസം, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ദിവസം റബീഉൽ അവ്വൽ 12 ആണ്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ദിവസമാണ് നബിദിനം ആഘോഷിക്കേണ്ട ദിവസമാണ് എന്ന് മനസ്സിലായത്? റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുള്ള അഭിപ്രായമേ അല്ല. അൽ ഇമാം അൽ മുന്നാവി റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് ഒരു വലിയ ബൃഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അൽ ഫുതുഹാത്തു സുബ്ഹാനിയ എന്നാണ് ആ കിതാബിൻ്റെ പേര്. അത് അൽ ഹാഫിദ് അൽ ഇറാഖി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം 1000 വരികളിൽ വിവരിച്ച ഒരു കവിതക്കുള്ള വിശദീകരണമാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് അൽ മുന്നാവി റഹിമഹുല്ലാഹ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 8 അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. 8 അഭിപ്രായം. ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു റബീഉൽ അവ്വൽ 12 ആണ്. സീറയുടെ ഇമാമായ ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായം അതാണ്. ഇബ്നു അബി ഷൈബ അദ്ദേഹം ഈ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം ഇതാണ്, റബീഉൽ അവ്വൽ 12. രണ്ടാമത്തെ അഭിപ്രായം റബീഉൽ അവ്വൽ 8 ആണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണം എഴുതിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് അതാണ് കൂടുതൽ ചരിത്ര രേഖകളോട് യോജിക്കുന്നത്, റബീഉൽ അവ്വൽ 8. മറ്റു ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 10 ആണ്. വേറെ ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 17 ആണ്. വേറെ ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 18 ആണ്. വേറെ ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 2 ആണ്. വേറെ ചിലർ പറഞ്ഞു റബീഉൽ അവ്വൽ 1-നോ 2-നോ ആണ്, ഏതിലാണെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. 8 അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇതെല്ലാം അൽ മുനാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പണ്ഡിതന്മാരിൽ നിന്ന് എടുത്തുദ്ധരിച്ച അഭിപ്രായങ്ങളാണ്. ഇതിൽ ഓരോന്നും ശരിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്, മുൻഗാമികൾ. ഈ കാലത്ത് വഹാബികൾ ഉണ്ടാക്കിയ പ്രശ്നമല്ലത്, പഴയ കാലഘട്ടം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ളവർ പറഞ്ഞ അഭിപ്രായമാണിത്. റബീഉൽ അവ്വലിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് അഭിപ്രായപ്പെട്ടവർ വരെയുണ്ട്. ചില ആളുകൾ പറഞ്ഞു റജബിലാണ്, ചില ആളുകൾ റമദാനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൻ്റെ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു ആമുൽ ഫീലിലാണ്, ആനക്കലഹം നടന്ന വർഷത്തിലാണ്. മറ്റു ചിലർ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ്. വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നാണ് എന്നതിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസം കാണാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളിലെല്ലാം ദിവസങ്ങൾ കൃത്യമാണ്. ഉദാഹരണത്തിന് പെരുന്നാളിൻ്റെ ദിവസം ഏതാണ്? എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. ഏതാണ്? ഒന്ന് ശവ്വാൽ 1 മറ്റേത് ദുൽഹിജ്ജ 10. എന്നാണ് അയ്യാമുത്ത് തശ്രീഖ്? ദുൽഹിജ്ജ 10 ശേഷം 11, 12, 13. എന്നാണ് ആഷുറാവും താസുആവും? മുഹറം 10, മുഹറം 9. ഇങ്ങനെ ഇസ്ലാമിൽ ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ എന്നാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്ക് വരെ വ്യക്തമായി അറിയാവുന്ന രൂപത്തിൽ ആ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ഉറപ്പില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ദിവസം ആഘോഷിക്കുക? എന്ത് ഉറപ്പിൻ്റെ പേരിലാണ്? എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ്? എന്ത് തെളിവാണ് ഈ ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്നതിന് നിങ്ങൾക്കുള്ളത്? അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ ഏതു മാസം മുതൽ വർഷം ആരംഭിക്കണമെന്ന് ചർച്ചയുണ്ടായി. ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയം മുതൽ ആരംഭിക്കാം. ആ തീരുമാനം അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമായി ചിലർ പറഞ്ഞത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണ് എന്ന് കൃത്യമായി അറിയില്ലായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ആ ദിവസം നിശ്ചയിക്കാതിരുന്നത്. എന്നിട്ട് ഹിജ്റ നിശ്ചയിച്ചത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നാണ് ജനിച്ചത് എന്ന കാര്യം പണ്ഡിതന്മാർക്കിടയിൽ ഉറപ്പില്ല. നീ ചിന്തിച്ചു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം ആഘോഷമായി കൊണ്ടാടണമെന്ന് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അവൻ ഈ ദിവസം ഏതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരുമായിരുന്നില്ലേ? അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വിടോ മുസ്ലിമീങ്ങളെ? അവരെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമായിരുന്നു ഇത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്നാണ് എന്ന കാര്യം അവർക്കിടയിൽ ഒരു ഇബാദത്ത് നിശ്ചയിക്കാനുള്ള കാര്യമായിരുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഈ രൂപത്തിൽ അവ്യക്തമാക്കി വിടുമായിരുന്നു? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുക എന്നത് ഈ ഒരു ഒറ്റ ഇബാദത്ത്, ഈ ഒരു ഒറ്റ ബിദ്അത്ത് നീ പുതുതായി ഉണ്ടാക്കുന്നതിലൂടെ ഇസ്ലാമിൻ്റെ അനേകം അടിത്തറകളെ നീ നശിപ്പിച്ചു കളയാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ 12 സംഭവിച്ചു എന്ന് ഉറപ്പുള്ള മറ്റൊരു കാര്യമുണ്ട്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഖിലാഫുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12 സംഭവിച്ചു എന്ന് ചരിത്രത്തിൽ ഏതാണ്ട് ഉറപ്പുള്ള ഇജ്മാ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ, ഏകാഭിപ്രായമുള്ളത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ഏത് വഫാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബ ഫലിയദ്കുർ മുസീബതഹു ബി ഫഇന്നഹാ അഅ്ദമുൽ മസായിബ്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിപത്ത്, ദുഃഖകരമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ എന്നെ കൊണ്ട് അവന് സംഭവിച്ച പ്രയാസം അവൻ ഓർക്കട്ടെ. എന്താ എന്നെ കൊണ്ട് സംഭവിച്ച പ്രയാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അവിടുന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുസീബത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജ്റ വർഷം നിശ്ചയിക്കുന്ന കാര്യത്തിൽ സഹാബികൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അവിടുന്ന് വഫാത്തായ ദിവസം നിശ്ചയിക്കാം. ആ ചർച്ച വന്നപ്പോൾ അവർ ആ അഭിപ്രായം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഓരോ സന്ദർഭത്തിലും ഓർക്കേണ്ടി വരിക എന്നത് നമുക്ക് പ്രയാസകരമാണ്. നമുക്ക് നിങ്ങൾ ഈസാ നബിയുടെ അനുയായികൾ അവരുടെ വർഷം കണക്കാക്കുന്നത് അദ്ദേഹം മരിച്ച സമയം കൊണ്ടാണ്. എന്നാൽ മുസ്ലിമീങ്ങൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അറിയിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയം അവരുടെ വർഷം തിരഞ്ഞെടുക്കാനുള്ള സമയമായി നിശ്ചയിച്ചില്ല. നസാറാക്കൾ അവർ പറയുന്ന ഈസാ നബി മരിച്ചു എന്ന് പറയുന്നത് അത് കളവാണ്, അത് വേറെ വിഷയം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. നീ ആലോചിക്കുക, നീ റോട്ടിൽ കിടന്ന് ഈ തുള്ളുന്നത്, നീ കിടന്ന് അട്ടഹസിക്കുന്നത്, ഈ ഒച്ച വെച്ച് പാട്ടുപാടി കുട്ടികളെയും ഇറക്കി ജാഥ നടത്തുന്നത്, ഈ കണ്ട കളികളും തമാശകളും എല്ലാം നീ നിർവഹിക്കുന്നത്, എൻ്റെ മദ്രസയിൽ സ്റ്റേജ് കെട്ടി പാട്ട് പാടിക്കുന്നത് ഏത് ദിവസമാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ്. എന്നിട്ട് നീ പറയുന്നു നീ റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. എന്ത് അർത്ഥമാണ് ഈ പറഞ്ഞതിനുള്ളത്? എന്ത് യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞതിലുള്ളത്? നിൻ്റെ മനസ്സിൽ ഒരു തരിമ്പ് സ്നേഹം നിനക്ക് ബാക്കിയുണ്ടായിരുന്നു എങ്കിൽ ആ ദിവസത്തിൽ നീ ഈ തോന്നിവാസം കാണിക്കില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് കാര്യം. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ സിയാമൻ വലാ സലാത്തൻ ഇല്ല ഇസ്ദാദ മിനല്ലാഹി ബുഅദ. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് പോലുള്ള സഹാബിമാർ പറഞ്ഞ വാക്കാണത്. ബിദ്അത്തുകാരൻ അവൻ്റെ ബിദ്അത്ത് അധികരിപ്പിക്കുന്നതിനനുസരിച്ച്, നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ എന്താകട്ടെ, അവൻ കൂടുതൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലാതിരിക്കുകയില്ല. കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ അള്ളാഹിൻ്റെ അടുത്താകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർക്കിടെ ഇത്ര അഭിപ്രായം വേറുണ്ട്. റബീഉൽ അവ്വൽ 8 ഉണ്ട്, 18 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 10 ഉണ്ട്, 18 ഉണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിട്ടും അവർ ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ
ദിവസം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതാണ്ട് ഇജ്മാ ഉള്ള ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞു കാദ അൻ യകൂന ഇജ്മാഅൻ, വളരെ ഒറ്റപ്പെട്ട ചില ആളുകളുടെ അഭിപ്രായ വ്യത്യാസം എടുത്തു മാറ്റിയാൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ് അവിടുന്ന് വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12. ആ ദിവസം തന്നെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്. എന്തിന് മസ്ജിദുകളിൽ ഇവർ നോക്കി വായിക്കാറുള്ള നബാത്തി ഖുതുബ എന്താ അതിൽ പറയുന്നത്? ആദ്യത്തെ 2 ആഴ്ചകളോ മറ്റോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ചരിത്രമാണ് അതിൽ വായിക്കുന്നത്. അത് കേട്ട് അത് പ്രസംഗിച്ചിട്ട് അതേ ആളാണ് ഈ പോയിട്ട് ആഘോഷിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര വികൃതമാണ് ബിദ്അത്തുകളുടെ അവസ്ഥ, എത്ര വികൃതമാണ്, എത്ര ഭംഗിയില്ലാത്ത, എത്ര യോജിക്കാത്ത കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ ദിവസമാണ് നീ ആഘോഷിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുക. എന്നിട്ട് നീ പറയുന്നു നീയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവർക്ക് സ്നേഹമില്ല എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്നെക്കാൾ വലിയ വിഡ്ഢിത്തരത്തിൽ അകപ്പെട്ട വേറെ ഏത് മനുഷ്യനാണ് ഉണ്ടാവും? 6ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, നിങ്ങൾ ഈ പ്രവർത്തിക്കുന്ന നബിദിനം എന്ന പേരിൽ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ കണ്ടപ്പോൾ അവർ വലിയ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ അവിടെയുണ്ട് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. ആ കൂടിയിരിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു നേതാവുണ്ട്. അയാളുടെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. അയാൾ പറയും തൻ്റെ കൂട്ടാളികളോട്, അയാൾ പറയും ഹല്ലിലൂ മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും 100 തവണ. സബ്ബിഹൂ മിഅ കബ്ബിറൂ മിഅ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക. അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറയുക. അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറയുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ പറഞ്ഞതിന്? പറയുന്നത് തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്മീദാണ്, തഹ്ലീലാണ്, ഇബാദത്താണ്, ദിക്റുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു നടക്കുന്നതിന് വേണ്ടി. ആ വടി കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളുകളെ ആട്ടിപ്പറഞ്ഞയച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു മാ ഹാദല്ലദി അറാക്കും തഫഅലൂൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത്? അവർ പറഞ്ഞു ഞങ്ങൾ ദിക്ർ എടുക്കുകയാണ്, ഞങ്ങൾ ഹൽക്ക ഉണ്ടാക്കിയിരിക്കുകയാണ്, ദിക്റിൻ്റെ ഹൽക്കയാണിത്. അദ്ദേഹം പറഞ്ഞു ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തിന്മകളാണ് രേഖപ്പെടുത്തേണ്ടത്. എണ്ണുമ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തിന്മകളാണ്, നന്മകളല്ല. ഫഅന ളാമിനുൻ അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ, നിങ്ങളുടെ നന്മകളൊന്നും അള്ളാഹു പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിൻ്റെ സമൂഹമേ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. എന്തിനാ ഇപ്പം ഇതൊക്കെ പറഞ്ഞത്? ഒരു മസ്ജിദിൽ കുറച്ച് നേരം കൂടിയിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രൂപമുണ്ടാക്കി തക്ബീറും തഹ്മീദും ചൊല്ലിയതിനാണ്. മ്യൂസിക്കൂട്ട് പാട്ടുപാടി റോട്ടിലൊന്നാകെ നടക്കുന്നതിനല്ല, നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ജാഥ സംഘടിപ്പിച്ചതിനല്ല, രാത്രി 10 മണിയും 12 മണിയും കഴിഞ്ഞിട്ടും സ്റ്റേജ് കെട്ടി ആളുകൾക്ക് ഉറങ്ങാൻ പ്രയാസമുണ്ടാക്കിയതിനല്ല. ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. മസ്ജിദിൻ്റെ ഉള്ളിലിരുന്ന് ഖുർആൻ ഓതുമ്പോൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വേറെ ആൾക്ക് തശ്വീഷ് ഉണ്ടാക്കരുത് എന്ന്. ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കിയതിനല്ല, പള്ളിൻ്റെ ഉള്ളിലിരുന്ന് ദിക്ർ ചൊല്ലിയതാണ്. അതിനാണ് അദ്ദേഹം പറഞ്ഞത് വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിൻ്റെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, നിങ്ങളുടെ നാശം എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഹൗലാഇ സ്വഹാബത്തു നബിയ്യുക്കും മുതവാഫിറൂൻ, ഇതാ സഹാബിമാർ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വഹാദിഹി സിയാബുഹു ലം തബ്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയില്ല. അതിനു മുൻപ് തന്നെ നിങ്ങൾ ദലാലത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് മസ്ജിദിൽ പോയിരുന്നു പറഞ്ഞതാണത്. പിന്നീട് ആ ഹദീസ് ഉദ്ധരിച്ച റാവി പറയുകയാണ്, അന്ന് അവിടെ കൂടിയിരുന്ന് ആ ദിക്ർ ഹൽക്ക ഉണ്ടാക്കിയ ആളുകൾ പിന്നീട് അലി ഇബ്നു അബി ത്വാലിബിനെതിരെ ഖവാരിജികളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഇന്ന് നിങ്ങൾ
അല്ലേ? നബിദിനം ആഘോഷിക്കാത്തവരെ ബിദഅത്തുകാരി എന്ന് പറയുന്നു. തിരിഞ്ഞു നോക്കുക, ഈ പറഞ്ഞ സ്വഭാവങ്ങൾ സഹാബിമാർ ബിദഅത്തുകാരെന്ന് വിശേഷിപ്പിച്ചവരുടെ പ്രത്യേകതകൾ ആർക്കാണ് ചേരുക എന്ന് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുക. നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന, നിങ്ങൾ വഹാബികളെന്ന് മുദ്ര കുത്തുന്നവർക്കാണോ? അതല്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഇത് പരലോകത്തിൻ്റെ കാര്യമാണ്. തർക്കിച്ചും തമാശ പറഞ്ഞിട്ടും വിജയിക്കാവുന്നൊരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നീ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് എപ്പോഴും പറയും, നബിദിനമാകട്ടെ, അള്ളാഹു അല്ലാത്തവരുള്ള സഹായതേട്ടമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, നീ ഈ കാര്യങ്ങളെ തർക്കത്തിൻ്റെ മനോഭാവത്തോടു കൂടിയാണോ നീ അതിന് മുൻപിൽ നിൽക്കുന്നത്, നീ സത്യത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ്. അവസാനത്തെ കാര്യം, ഏഴാമത്തെ കാര്യം ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൗലിദ് ആഘോഷം എന്നത്, നബിദിനം ആഘോഷിക്കുക എന്നത് ആദ്യമായി ആരംഭിച്ചത് ഖറാമിത്ത വിഭാഗക്കാരാണ്, ബാത്തിനിയാക്കൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ, യഹൂദ നസാറാക്കളേക്കാൾ കടുത്ത കുഫറുള്ളവർ എന്ന് പണ്ഡിതന്മാരിൽ അനേകം പേർ വിവരിച്ച ഖറാമിത്തക്കാർ, ബാത്തിനിയാക്കൾ, ഇന്നും സിറിയയിൽ സുന്നികളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്നാ അശരിയ ഇസ്മായിലിയ വിഭാഗക്കാർ, അവരാണ് ആദ്യമായി ഈ പറഞ്ഞ നബിദിനം എന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അത് ഹിജറ 402 അവർക്ക് മിസ്റിൽ ഭരണം ലഭിച്ചതിന് ശേഷമായിരുന്നു. പണ്ഡിതന്മാർ അവരെക്കുറിച്ച് പറഞ്ഞതായി കാണാം. അൽ ഇമാം അൽ ബാഖില്ലാനി അദ്ദേഹത്തിന് അവരെ വിവരിക്കുന്ന ഒരു കിതാബ് തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹും ഖൗമുൻ യുദ്ഹിറൂന അർ-റഫ്ദ വയുബ്തിനൂന അൽ-കുഫ്റ അൽ-മഹ്ദ. അവർ പുറമേക്ക് ഷിയാക്കളാണ് എങ്കിലും അവരുടെ ഉള്ളിൽ തനിച്ച കുഫറാണ് അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നു പറയുന്ന ഖറാമിത്ത വിഭാഗക്കാർ മുസ്ലിം പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ഉപദ്രവിച്ച് കൊലപ്പെടുത്തി പ്രയാസങ്ങളിലാക്കി അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ പ്രവർത്തിച്ച, വ്യഭിചാരവും മദ്യവും തോന്നിവാസങ്ങളും ഹലാലാക്കിയ, ഇസ്ലാം ദീനിനെ മുഴുവനായി അതിനെ തകിടം മറിച്ച വിഭാഗമാണ് ഈ പറഞ്ഞ ബാത്തിനിയ വിഭാഗം. അവരാണ് ആദ്യമായി ഈ പറഞ്ഞ ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ഇത് ഷാഫിഈ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന അൽ മിഖ്രീസി, അദ്ദേഹം തൻ്റെ അൽ ഖുതത്തുൽ മിഖ്രീസിയ എന്ന ഗ്രന്ഥത്തിൽ വരെ വിവരിച്ച കാര്യമാണ്. ഇവിടെയുള്ള ചില കവിതകളിലും മറ്റൊരു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇർബലിലാണ് ആദ്യം മൗലിദ് ആഘോഷം ആരംഭിച്ചത് എന്നത് തെറ്റാണ്. ഇർബലിൽ ആരംഭിച്ചു എന്ന് പറയുന്നത് ഇവരാഘോഷിച്ചതിൻ്റെ എന്താ പറയുക, പുനരാഘോഷം മാത്രമായിരുന്നു. ഇന്ന് തുടങ്ങി വെച്ചത് ഇവരാണ്. അത് പിന്നീട് ഇർബലിലെ രാജാവ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഇത് തുടങ്ങി വെച്ചത് ഇവരാണ്. അവസാനമായി സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം ആഘോഷിക്കണമെന്ന് ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും അവിടുന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ സത്യം, വല്ലാഹി അള്ളാഹു തന്നെ സത്യം, നമ്മളതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കുമായിരുന്നില്ല, നമ്മളതിന് മുന്നിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റസൂൽ അവിടുന്ന് ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മുസ്ലിമിന് എന്ത് ന്യായമാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചില്ല എന്ന ഒരൊറ്റ കാരണമല്ലാതെ മറ്റൊരു കാരണവും നബിദിനത്തിൽ നിന്ന് പിന്മാറി നിൽക്കാൻ ഒരു മുസ്ലിമിനെയും പ്രേരിപ്പിക്കുന്നില്ല, ഒരു മുവഹിദിനെയും പ്രേരിപ്പിക്കുന്നില്ല, ഒരു സലഫിയെയും പ്രേരിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ സമ്പത്തിനേക്കാൾ, കുടുംബത്തെക്കാൾ, നമ്മുടെ വീട്ടുകാരെക്കാൾ, നമ്മുടെ സ്വന്തം ജീവനേക്കാൾ നമുക്ക് വിലപ്പെട്ടവരാണ്. അവിടുത്തെ ദീൻ അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാണ് നമ്മൾ ബലി കഴിച്ചിരിക്കുന്നത്. അവിടുത്തെ അഭിമാനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഹയാത്ത് അത് പഠിപ്പിക്കുക എന്നത്, അതിൽ നാം അനുഭവിക്കുന്ന സന്തോഷം ചെറുതല്ല, അത് കേൾക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവൻ ഈ പറഞ്ഞ ബിദ്അത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ സഹാബികളോടൊപ്പം നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എല്ലാ ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹ്.